മോഹൻലാലിൻ്റെ ആദ്യമായിട്ട് റിലീസ് ചെയ്തൊരു സിനിമയാണ് മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ. വലിയ കളക്ഷൻ നേടിയൊരു സിനിമയായിരുന്നു. അതിനകത്ത് വില്ലനായിട്ടാണ് മോഹൻലാൽ അഭിനയിച്ചത്, നരേന്ദ്രൻ എന്ന പേരിൽ. അപ്പോൾ ഈ തിയേറ്ററിൽ അദ്ദേഹത്തിൻ്റെ അച്ഛനും അമ്മയും കൂടി ഈ സിനിമ കാണാൻ വേണ്ടി വന്നിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ സിനിമയിൽ വില്ലൻ കഥാപാത്രമായിരുന്നല്ലോ മോഹൻലാൽ. അപ്പോൾ ഈ മോഹൻലാൽ സ്ക്രീനിൽ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ വില്ലനാണെന്ന് മനസ്സിലായി. അപ്പോൾ ആളുകൾ പ്രതികരിക്കാൻ തുടങ്ങി. അപ്പോൾ സ്ത്രീകളൊക്കെ അതേവന് കാലൻ, മോഹൻലാലിനെ കാണുമ്പോൾ സ്ക്രീനിൽ കാണുമ്പോൾ അതേവന് കാലൻ എന്നൊന്നും പറഞ്ഞിട്ട് ഇങ്ങനെ പ്രാവുന്ന ഒരു സംഭവമൊക്കെ ഈ തിയേറ്ററിൽ ഇരുന്നിട്ട് അച്ഛനും അമ്മയ്ക്ക് കേട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവർക്കൊരു അസ്വസ്ഥ ഉണ്ടായിരുന്നു. അപ്പോൾ അച്ഛന് മനസ്സിൽ തോന്നുന്നുണ്ടായിരുന്നു ഇവൻ ഈ സിനിമയിലൊക്കെ അഭിനയിച്ച് ഇങ്ങനെ ഒരു മോശകരമായ അവസ്ഥയിലേക്ക് ആവുമോ എന്നൊക്കെ. പക്ഷേ കാലം കാവ്യനീതി രചിച്ചു എന്ന് പറഞ്ഞ പോലെ ഇതിനകത്ത് അവിടെ നിന്ന് അങ്ങോട്ട് വളർന്നു വന്ന മോഹൻലാൽ ഉന്നത സ്ഥാനത്തേക്ക് ഈ മലയാള സിനിമയിലെത്തുകയാണ്. ആ അച്ഛൻ വളരെ തൃപ്തിയോടുകൂടിയാണ് മോഹൻലാലിൻ്റെ അവസ്ഥ കണ്ട് പുഞ്ചിരിയോടുകൂടിയാണ് മരണപ്പെട്ടത്. അപ്പോൾ ആ കാലൻ വരുന്നതേ കാലൻ വരുന്നേ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആ ഒരു സംഭാഷണം വന്ന് കേട്ടെങ്കിലും അദ്ദേഹത്തിന് ദുഃഖം തോന്നിയെങ്കിലും പക്ഷേ അവിടെ നിന്ന് ഉയർച്ചയിലേക്കാണ് മോഹൻലാൽ എത്തിയത്. ആ സിനിമ അദ്ദേഹത്തിന് വലിയൊരു ഉയർച്ച തന്നെ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. വില്ലനായിരുന്നെങ്കിൽ തന്നെയും എല്ലാവരും ശ്രദ്ധിക്കപ്പെടുന്ന ഒരു കഥാപാത്രമായി മാറി. മോഹൻലാലിൻ്റെ ചേട്ടനുണ്ടായിരുന്നു പ്യാരിലാൽ. അപ്പോൾ പ്യാരിലാൽ ആയിരിക്കും സിനിമയിൽ വരുന്നപ്പോൾ പൂജപ്പുര രവിയുടെ അടുത്ത് ഒരു ദിവസം അച്ഛൻ പറയുന്നുണ്ട്, പൂജപ്പുര രവിനെ ആയിട്ട് പരിചയമുണ്ടല്ലോ. നേരത്തെ ഇദ്ദേഹം തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിൽ ജോലി ചെയ്യുന്ന ആളായതുകൊണ്ട് തന്നെ പൂജപ്പുര രവിയായിട്ടും നല്ല കണക്ഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ പൂജപ്പുര രവി അടുത്ത് ഒരു ദിവസം പറഞ്ഞു, എൻ്റെ മകൻ ഇങ്ങനെ സിനിമയിൽ വരുന്നുണ്ട് എന്നൊക്കെ. അപ്പോൾ മകൻ സിനിമയിൽ വരുന്നത് പറയുമ്പോൾ പ്യാരിലാലായിരിക്കും സിനിമയിൽ വരുന്നത് എന്ന് പൂജപ്പുര രവി കരുതിയത്. കാരണം മോഹൻലാൽ അന്നും ഒരു നാണക്കാരനായിരുന്നു. പക്ഷേ പ്യാരിലാൽ നല്ല ഭംഗിയുള്ള ആളായിരുന്നു, അന്ന് കാണാനൊക്കെ നല്ല ഭംഗിയുള്ള. അപ്പോൾ അദ്ദേഹമായിരിക്കും സിനിമയിൽ വരുന്നത് എന്നുള്ളതാണ് പൂജപ്പുര രവി വിചാരിച്ചത്. പക്ഷേ പുള്ളിക്കാരൻ പറഞ്ഞു, അച്ഛൻ വിശ്വനാഥൻ നായർ പറഞ്ഞു, അല്ല ഇളയവനാണ് വരുന്നത്, അതെയോ എന്ന് അന്ന് പൂജപ്പുര രവി പറയുകയും ചെയ്തു. ശരിക്കും മോഹൻലാലിനെ ഒരു സിനിമ നടനായിട്ട് കാണാൻ അന്നൊന്നും അദ്ദേഹം അച്ഛനായിട്ടുള്ള ഈ വിശ്വനാഥൻ നായർ ആഗ്രഹിച്ചിരുന്നില്ല. അദ്ദേഹം ആഗ്രഹിച്ചത് ഒരു നല്ലൊരു ഉദ്യോഗസ്ഥനായിട്ട് വളരണം, അങ്ങനെ ഉദ്യോഗസ്ഥനായിട്ട് വരണം എന്നൊക്കെയുള്ള ഒരു ചിന്ത മാത്രമാണ് ഉണ്ടായിരുന്നത്. സ്വന്തം മകൻ മോഹൻലാൽ അറിയപ്പെടുന്ന ഇത്രയും വലിയൊരാളാവുമെന്ന് അദ്ദേഹം സ്വപ്നത്തിൽ വിചാരിച്ചിരുന്നില്ല.